ദിലീപ് എന്ന് പറയുന്ന നമ്മുടെ പ്രസിദ്ധനായ നടൻ, മലയാള സിനിമയിലെ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ എൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത് ഈ വിഷ് ലോകം എന്ന് പറയുന്ന സിനിമയിലാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ദിലീപിൻ്റെ ഒരു സിനിമാ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ കാണുന്ന കാഴ്ച, അതാണ് ഒരു തമാശ എന്നാണ്. അപ്പോൾ ഞാൻ ദിലീപ് മിമിക്രി കാണിക്കുന്നതല്ലാണ്ട് ഞാൻ ദിലീപിൻ്റെ മിമിക്രി ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാനും അതിൻ്റെ ക്യാമറാമാൻ സാലു ജോർജാണ്. ഞങ്ങളിങ്ങനെ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഭയങ്കര ചിരിയും ബഹളമൊക്കെ വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ലാല്, മണിയമ്പിള്ള രാജു ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ദിലീപ് മിമിക്രി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നസെൻറ്റിനെ അനുകരിക്കുക, നസീർ സാറിനെ അനുകരിക്കുക, ഇങ്ങനെ മിമിക്രി കാണിച്ചുകൊണ്ടിരിക്കുക. എനിക്കിന്ന് അവിടെ നിന്ന് കാണാം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് മനോഹരമായിട്ട് അവൻ മിമിക്രി കാണിക്കുന്നു എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ദിലീപിനെ വിളിച്ചു. അങ്ങനെ അന്ന് ലഞ്ച് ബ്രേക്കിന് ഞങ്ങളെല്ലാവരും എന്നിട്ട് ദിലീപിനെ കൊണ്ട് മിമിക്രി കാണിച്ച്. പിന്നെ എല്ലാ ദിവസവും ഇതൊരു പതിവാണ്. ഭക്ഷണം കഴിച്ചു തന്നിട്ട് ദിലീപിൻ്റെ, അപ്പോൾ 10 മിനിറ്റ് ദിലീപിൻ്റെ മിമിക്രി, അതിനുശേഷം നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നു. രാത്രി മുഴുവൻ ഷൂട്ടിങ്ങാണ്. എനിക്കാണ് എൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാത്രി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഈ വിഷ് ലോകം എന്ന് പറയുന്നത്. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് നൈറ്റ് സീൻസാണ്. നൈറ്റ് സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നൈറ്റ് സീൻസാണ്. കാരണം ഈ സൈക്കിൾ യജ്ഞമാണല്ലോ. അപ്പോൾ സൈക്കിൾ യജ്ഞം ആകുമ്പോൾ രാത്രിയല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 6 മണിയാകുമ്പോൾ ഈ സൈക്കിൾ യജ്ഞം സീൻ തുടങ്ങും. വെളുപ്പാങ്കാലത്ത് 4 മണി വരെ 5 മണി വരെ ചിലപ്പോൾ നേരം വെളുക്കും. അതുവരെ ഷൂട്ടിങ്ങാണ്. അത് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങും. ഞങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഷൂട്ടിങ് വരും. അപ്പോൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഭ്രാന്തിലെത്തിരിക്കുന്ന സമയത്താണ് പലപ്പോഴും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ദിലീപിനെ കൊണ്ട് മിമിക്രി കാണിക്കും. അങ്ങനെ ദിലീപാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി മിമിക്രി കാണിക്കുക, തമാശകൾ പറയുക, പാട്ട് പാടുക. അങ്ങനെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് സമയമായിരുന്നു അത്. മോഹൻലാൽ, നെടുമുടി വേണുചേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, ശാന്തികൃഷ്ണ, ഉർവശി, മുരളി, എല്ലാവരും രാത്രിയും പകലും. രാത്രി ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് നേരെ പോയിട്ട് കുളിച്ചൊക്കെ വന്നിട്ട് നമ്മൾ വീണ്ടും സീനൊക്കെ തോന്നും. നെടുമുടി വേണു, ശാന്തികൃഷ്ണനായിട്ടുള്ള. അപ്പോൾ പലപ്പോഴും ആർട്ടിസ്റ്റിനെ മാത്രം നമ്മൾ ഷിഫ്റ്റാക്കി. ഇപ്പോൾ നൈറ്റ് ഫുൾ ഷൂട്ട് ചെയ്യണവർക്ക് രാവിലെ ഷൂട്ടിംഗ് ഇല്ലാണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ ഷൂട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ ഡേയിൽ പോയത്. പക്ഷേ ഞങ്ങൾ ടെക്നീഷ്യൻസ് മുഴുവൻ ഡേ ആൻഡ് നൈറ്റും വർക്ക് ചെയ്യുക. ഏകദേശം 4 ദിവസം ഡേ ആൻഡ് നൈറ്റും വർക്ക് ചെയ്യുക. അപ്പോൾ അന്ന് എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എൻ്റെ അസിസ്റ്റൻസ്, യൂണിറ്റ് ബോയ്സ് എല്ലാവരും, അതുപോലെ തന്നെ ക്യാമറാമാൻ, ബാക്കി എല്ലാ ടെക്നീഷ്യൻസും അതിനു വേണ്ടി കൂടെ നിന്നു എന്നുള്ളതാണ്. കൂടെ നിന്ന് ഞങ്ങൾ 40 ദിവസം എന്ന് പറയുന്നത് 40 ദിവസം കൊണ്ട് പടം തീർന്നു. 41 ദിവസം ഫുൾ പാക്കപ്പ് ചെയ്തെന്നുള്ളതാണ്. ഒരു ഷോട്ട് പോലും ബാലൻസ് ഇല്ലാണ്ട് സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ഇതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ ലൈഫിൽ തന്നെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളുണ്ടായിരുന്നു. നമ്മളങ്ങ് ടാർഗറ്റ് ചെയ്തിട്ട് സിനിമ തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തീർത്തിട്ടുണ്ട്. പക്ഷേ അതിന് ഏറ്റവും ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചാലും നിർമ്മാതാവ് മാത്രം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സിനിമ തീരുമല്ലോ. അതിന് കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ തന്നെ നമ്മുടെ കൂടെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം വർക്ക്, ടീം സ്പിരിറ്റ് അന്ന് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പക്ഷേ ലാസ്റ്റ് സിനിമ ചെയ്യുമ്പോഴും ആ സ്പിരിറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമയും അങ്ങനെ തീർക്കാൻ പറ്റിയത്.